ഹലോ ചങ്ങായിമാരെ, ഇന്നത്തെ പണി അടിപൊളി പണിയാണ് കേട്ടോ. കണ്ടോളി, നിങ്ങൾക്ക് നഷ്ടം വരില്ല. ഇവിടെയുള്ള പണി ആ 4 2 ആ വാട്ടർ ലൈനും അടിച്ചിറക്കണം. പിന്നെ നമുക്കൊരു ടാങ്ക് ലൈനും കൂടി അടിച്ചിറക്കണം. അതിൻ്റെ മേലെയാണ് ഇത് വരുന്നത്. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ റെഡിയാണ് കേട്ടോ. ഇനി നമ്മളെ പണി തുടങ്ങാനുള്ള സമയമായി. അതിനാദ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇത് കട്ട് ചെയ്യണം. ഇത് കട്ട് ചെയ്യുമ്പോൾ മെഷീൻ പിടിക്കുമ്പോഴൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ മാത്രം ഇത് ചെയ്യാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അത് മേത്തേക്ക് വരും, ഡേഞ്ചറാണ്. നമ്മളിപ്പോൾ നമ്മളെ അരി വാങ്ങേണ്ട പണിയായി പോയില്ലേ, ചെയ്യല്ലാതെ നിവൃത്തിയില്ല. 4 ഇഞ്ച് പൈപ്പും 2 ഇഞ്ച് പൈപ്പും പോരാൻ ഇതേപോലെ ഈ സ്ലാബ് കട്ട് ചെയ്യണോ എന്ന് പലരും ചോദിക്കും കേട്ടോ. അത് എന്തുകൊണ്ടാണ്? ഇട്ട് കഴിഞ്ഞാൽ ആയിക്കൂടെ 4 ഇഞ്ച് 2 ഇഞ്ച് പോരൂലേ എന്നൊക്കെ ഡൗട്ട് ഉണ്ടാകും. പക്ഷേ നമുക്ക് ഈ ഡോർട്ടിയും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടേ അതിൻ്റെ ആ ഡോറ് തുറക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്തേ നമുക്ക് പറ്റുള്ളൂ. ഈ കുത്തുണീൻ്റെ മുമ്പ് ഇതേപോലെ കട്ട് ചെയ്താൽ എഡ്ജൊക്കെ വൃത്തികേടാകാതെ നല്ല വൃത്തിക്ക് പൊളിയും. അതേപോലെ കട്ടർ പിടിക്കുമ്പോൾ ഒറ്റ കൈ കൊണ്ടൊന്നും മക്കളെ പിടിക്കരുത് കേട്ടോ. അതൊക്കെ ഡേഞ്ചറാണ്. 2 കൈ കൊണ്ട് പിടിക്കുക. കട്ടർ പാളിയാലും നമ്മളെ മേത്തേക്ക് വരരുത്. ആ കണ്ടീഷനിൽ വേണം പിടിക്കുക. ഇതേപോലെ മുകളിലും തായും സൈഡും ഒക്കെ കട്ടർ കൊണ്ട് കട്ട് ചെയ്യാം. പിന്നെ ഗില്ലറ്റായിട്ട് കുത്താൻ നമുക്ക് ഭയങ്കര ഈസി ആയിക്കാരം കേട്ടോ. ഇപ്പം നമ്മളെ ഒരു സൈഡ് ഏകദേശം കട്ടിങ് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു സൈഡും കൂടി ഉണ്ട്. അതിൻ്റെ ഇതും കൂടി കട്ടിങ് കൂടി കഴിച്ചിട്ട് ഒന്നിച്ച് കുത്താന്ന് കരുതി. അപ്പോൾ അതിന് ഭാഗമായിട്ട് ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ആ പൈപ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. 4 ഇഞ്ച് പൈപ്പും 2 ഇഞ്ച് പൈപ്പും ശല്യമായിട്ട് നിൽക്കുന്ന പൈപ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി, എന്നാലേ നമുക്കത് വൃത്തിക്ക് കുത്താൻ കഴിയുള്ളൂ. 4 ഇഞ്ച് പൈപ്പ് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അടിഭാഗത്ത് കട്ടർ എത്തൂലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെ കീറി പൊളിച്ചാണ്ട് ഒരു പീസ് ഒഴിവാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ബ്ലേഡ് കറക്റ്റ് അതിൻ്റെ ചോട്ടക്ക് എത്തും. ഇപ്പോൾ കുത്തൽ തുടങ്ങിട്ടോ. ഒരു പ്ലംബിങ്ങിൻ്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് തന്നെ ഇതാണ് കേട്ടോ. പൈപ്പ് പോകാനുള്ള വഴി ഉണ്ടാക്കുക. ഇനി മണ്ണിലാണെങ്കിലും ഇവിടെ വാർപ്പിൻ്റെ മേലെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും ആദ്യം നമ്മൾ പൈപ്പ് പോകാനുള്ളൊരു വഴി ഉണ്ടാക്കണം. എന്നിട്ട് വേണം നമുക്ക് പണിയെടുക്കാൻ. അപ്പോൾ തുളക്കൽ ഏകദേശം ഒരു വിധമായിട്ടോ. ഇനി മറ്റേ തുളയും കൂടി ഉണ്ടാവും. ഞാൻ ഫുള്ളായിട്ട് കാണിക്കണില്ല, കുറച്ച് ഭാഗമേ കാണിക്കണുള്ളൂ. ഇനി നമുക്ക് കമ്പി കട്ട് ചെയ്യണ ഒരു സീനും കൂടി ഉണ്ട്. അത് ഞാൻ ഷോർട്ടാക്കിയാണ്ട് ഇത് കിട്ടിക്കണം. അത് ഞാൻ റിലേറ്റഡ് വീഡിയോ ആക്കി ഇടാം കേട്ടോ. അത് പോയി കണ്ടോളി, കമ്പി എങ്ങനെ കട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഈ വീഡിയോ ഞാൻ ഇടണില്ല. ഇതിൽ അതിൻ്റെ സ്പേസ് കൂടുതലായതുകൊണ്ടേ കുറച്ച് അതിൻ്റെ റിസ്ക് ഉണ്ട്. അപ്പോൾ ഡോർച്ച് ഒട്ടിക്കുമ്പോൾ കറക്റ്റ് ലെവലൊക്കെ നോക്കി ഒട്ടിച്ച് ഇതേപോലെ വൈകിട്ടാണ്ടാണ് കേട്ടോ മറ്റേ കണക്ട് ചെയ്യണത് അപ്പുറത്തെ ബാത്റൂം. എന്നിട്ട് ഒറ്റ പൈപ്പാണ് ഇറക്കണത്. അല്ലെങ്കിൽ 2 പൈപ്പ് ഇറക്കിയാൽ നമുക്ക് പണി കുറച്ചും കൂടി കൂടും, എക്സ്പെൻസ് ആവും. അപ്പോൾ ഇതേപോലെ 45 ഒക്കെ കറക്റ്റ് ആ വര നോക്കി കറക്റ്റ് നേരെ ഒട്ടിക്കുക. അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാവും പിന്നീട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. എല്ലാ ശനിയാഴ്ചയാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ എല്ലാവരും അത് പോയി കാണണം. എൻ്റെ ചാനലിൽ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് എനിക്ക് നിർബന്ധമാണ് കേട്ടോ. അതേപോലെ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ എൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ തിരുത്തി തരണം. പണിയിലാണെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാം ഞാൻ കേൾക്കാൻ ബാധ്യസ്ഥനാണ് കേട്ടോ. ഓക്കെ.